അഭിനേതാവ് നടൻ വിനു മോഹൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. വിനു മോഹൻ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ വരുന്ന ഒരുപാട് വാർത്തകളുണ്ട്. എല്ലാവരും രാജിവെച്ച് ഭരണസമിതി ഒഴിഞ്ഞു, പക്ഷേ നിങ്ങൾ ചില വിയോജിപ്പുകൾ പറഞ്ഞു എന്ന നിലയിലാണ് വാർത്തകൾ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ചേട്ടാ നമസ്കാരം. ഞാനിപ്പോ ഇതില് ഒരു വിയോജിപ്പെന്നല്ല, എന്റെ ആശങ്കകളായിരുന്നു ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോ എനിക്ക് കുറച്ച് ആശങ്കകൾ ഉണ്ടായിരുന്നു. കാരണം എന്റെ കൺസേൺസ് എന്ന് പറയുന്നത്, ഈ പറയുന്ന പോലെ നമ്മളുടെ സംഘടനയിൽ ഉള്ള ഒരുപാട് പേര് സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ബുദ്ധിമുട്ടുകളുള്ള ഒരുപാട് പേര് നമ്മുടെ സംഘടനയിലുണ്ട്. അപ്പം ഇവർക്ക് കൈനീട്ടം പോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ഇൻഷുറൻസ് പോലെ അവർക്കൊരു ആരോഗ്യ സംബന്ധമായ ഒരു ഹോസ്പിറ്റൽ ഇഷ്യൂസ് കാര്യങ്ങൾ വന്നാൽ അതിനൊരു ഇൻഷുറൻസ് പരിരക്ഷ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഈ തരത്തിലുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റുമോ ഇങ്ങനൊരു സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ? ഇവർക്ക് എന്താണ് കാരണം ഇവരോട് പറയേണ്ട ഒരു ധാർമ്മികത നമുക്കുണ്ട്, അല്ലെ? കാരണം നമ്മളെ ജയിപ്പിച്ചു വിട്ടവരാണ്. നമ്മുടെ സംഘടനയിലെ 506 പേരോടും നമ്മൾ ഈ കാര്യം സംസാരിക്കേണ്ട കാര്യമുണ്ട്. അപ്പം ആ തരത്തിലുള്ളൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. ഞാനത് ഫോണിലും സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഒരു ഗൂഗിൾ മീറ്റിൽ ഉണ്ടായിരുന്നു. എല്ലാവരും ഒരു ഓൺലൈൻ മീറ്റിംഗിൽ നമ്മൾ എല്ലാവരും എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ എല്ലാവരും ചർച്ച ചെയ്തു. നമ്മളുടെ ഈ കൺസേൺസ് നമ്മളവിടെ പ്രസന്റ് ചെയ്തു. അത് സംസാരിച്ചു. അത് കൃത്യമായി സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മെജോറിറ്റി അതിലെന്നിട്ട് എടുത്ത തീരുമാനം എന്താണ്? ഈ പിരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ രാജിവെച്ച് പോകുന്നതിന് മുമ്പ് ഈ പറഞ്ഞ ക്ഷേമ പ്രവർത്തനങ്ങൾ അത് ആ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ടതാണ്. അതിൽ അക്കാര്യങ്ങളിൽ എന്ത് തീരുമാനം, നിങ്ങളുടെ ആശങ്കയിൽ എന്ത് തീരുമാനമാണ് എടുത്തത്? തീരുമാനം എനിക്ക് കിട്ടി. കാരണം അതിൽ ഒരിക്കലും ഒരു കുറവും ഉണ്ടാവില്ല. കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ എല്ലാവരിലും എത്തും. ഇപ്പൊ നമ്മൾ പോലും അതെങ്ങനെ എത്തും? കാരണം ഭരണസമിതി ഇല്ലാതെ പോയാൽ അതിന്റെ സംവിധാനം എന്താണ്? അറിയാത്തതുകൊണ്ട് ചോദിക്കാം. നമ്മൾ അഡ്ഹോക് കമ്മിറ്റി ആയിട്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെയാണ് അഡ്ഹോക് കമ്മിറ്റി? അല്ല, നമ്മളിപ്പം ഒരു സർക്കാർ പിരിച്ചു വിട്ടു കഴിഞ്ഞാൽ ഒരു കാവൽ സർക്കാർ പോലെ അവർ നിൽക്കുമല്ലോ. അതൊരു നമ്മുടെ നിയമത്തിലുള്ള കാര്യം തന്നെയാണല്ലോ. മനസ്സിലായി. അപ്പം അടുത്ത ജനറൽ ബോഡി വരെ, കാരണം ഇതിന്റെ ഒരു പരമോന്നത അധികാരം എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. അത് 2 മാസത്തിനകത്ത്, കാരണം അതിന്റെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. എല്ലാവരെയും അറിയിക്കണം. എല്ലാവരും വരാനുള്ള ഒരു സമയത്തിലേക്ക് നമ്മൾ ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് അതിന്റെ ഒരു ജനറൽ ബോഡിയിലേക്ക് നമ്മൾ പോകും. ആ ജനറൽ ബോഡിയാണ് ഇതിന്റെ ഒരു പരമോന്നത അധികാരമുള്ളത്. ആ ജനറൽ ബോഡിക്കാണ് കൃത്യമായ തീരുമാനം എന്ന് വെച്ചാൽ ആ ജനറൽ ബോഡി ഒരു സംഘടനയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. വിനു പറയുന്ന പോലെ ജനറൽ ബോഡി, ആ ജനറൽ ബോഡിയിൽ വേണമെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യപ്പെടാം, അല്ലെങ്കിൽ എല്ലാവരും ചേർന്ന് ഒരു പുതിയ ഭരണസമിതിയെ ഏകകണ്ഠമായി തിരഞ്ഞെടുക്കാം. 2 സാധ്യതകളാണല്ലോ ഉള്ളത്. ഉദ്ദേശം എന്നാൽ ഒട്ടും വൈകാനും പാടില്ല, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ ഒരു കണക്കൂട്ടലനുസരിച്ച് എന്നത്തേക്ക് ഈ ജനറൽ ബോഡി ചേരാനാകും? അല്ല, നമ്മളിപ്പം പറഞ്ഞിരിക്കുന്നതും 2 മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ജനറൽ ബോഡിയിലേക്ക് പോകും എന്നാണ്. ആ ജനറൽ ബോഡി എത്രയും പെട്ടെന്ന് തന്നെ വരണം. കാരണം ഒരു സംഘടനയുടെ പ്രവർത്തനം ഇപ്പോഴും നമ്മുടെ ഓഫീസ് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് ഈ പോണ്ട ക്ഷേമ പ്രവർത്തനങ്ങളിൽ പോണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പോകുന്നുണ്ട്. അതിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല. ഇപ്പോഴും ഓഫീസുമായി ബന്ധപ്പെട്ട് നമ്മളിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് എല്ലാവരും. വിനു, അതിലൊരു കാര്യം, ഇപ്പോൾ ഈ അഡ്ഹോക് കമ്മിറ്റി എന്ന് പറയുമ്പോൾ അഡ്ഹോക് കമ്മിറ്റിയാണോ ഉള്ളത്, അതോ കമ്മിറ്റിക്ക് ഒരു തലപ്പത്തൊരാളുണ്ടോ? എങ്ങനെയാണ്? കാരണം നിലവിലെ ഭരണസമിതി തന്നെയല്ലേ. അപ്പോൾ മോഹൻലാൽ ഈ അഡ്ഹോക് കമ്മിറ്റിയെ നയിക്കുന്നത് മോഹൻലാലാണോ? എല്ലാവരും ഇതിന്റെ ഭാഗമായി. ഇപ്പം നമ്മൾ പുതിയ തീരുമാനങ്ങൾ ഒരിക്കലും ഈ കമ്മിറ്റിക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇതുവരെ എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അതിന്റെ ശരി. അത് എനിക്ക് ഒരു സംഘടനയെ സംബന്ധിച്ച് അത് നശിച്ചു പോകരുത് എന്ന നിലയിൽ വിനു ഒരാശങ്ക കമ്മിറ്റിക്ക് അകത്തുന്നയിച്ചത് മനസ്സിലായി. പക്ഷേ കൂട്ടരാജി എന്ന അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് സമൂഹത്തിലേക്ക് കൊടുക്കുന്നത് സംഘടനയെ സംബന്ധിച്ച് ദോഷം ചെയ്തു എന്ന് വിചാരിക്കുന്ന ആളാണോ? അങ്ങനെ എല്ലാവരും ഒഴിഞ്ഞു പോകുന്നു എന്ന ആ ഒരു കൂട്ടരാജി മെസ്സേജ് ഗുണം ചെയ്തില്ല അല്ലെങ്കിൽ ഗുണം ചെയ്യുമോ എന്ന ആശങ്കയൊക്കെ വിനുവിനുണ്ടായിരുന്നു? അല്ല, അത് എന്തായിരുന്നു എന്നുള്ളത് നമ്മളുടെ അംഗങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് അറിയണം. നമ്മളിപ്പോ ഫോണിൽ കൂടെ പല പേര് നമ്മളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്കിത് ജനറൽ ബോഡിയിലാണ് നമ്മൾ കൃത്യമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ സംസാരിക്കുക, അല്ലെ? പക്ഷെ എന്റെ ഒരൊറ്റ ആശങ്ക ഇതായിരുന്നു, എന്റെ പ്രശ്നം ഇതായിരുന്നു. നമുക്ക് ഈ പറയുന്ന നമ്മുടെ മെമ്പേഴ്സിന് കൊടുക്കുന്ന കാര്യങ്ങൾ, അവർക്ക് കൃത്യമായി കിട്ടേണ്ട കാര്യങ്ങൾ കൃത്യമായി അത് മനസ്സിലായി. ഞാൻ ചോദിച്ചത് അതായത് ഇതിന്റെ മുഴുവൻ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്താണല്ലോ നിങ്ങളുടെ ഈ കമ്മിറ്റി രാജിവെച്ചത്. അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ചതിനോട് വിനുവിന് ആശങ്കയോ വ്യത്യസ്തമായ അഭിപ്രായമോ ഉണ്ടായിരുന്നോ? ഇപ്പം നമ്മളൊരു സംഘടനയിൽ ഒരു കമ്മിറ്റിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ മെജോറിറ്റി തീരുമാനത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഒരു സംഘടനാ മര്യാദ, അല്ലെ? അതെ, അത് നിശ്ചയമായി. തീർച്ചയായിട്ടും നമ്മളൊരു സംഘടനാ മര്യാദ എന്ന് പറയുന്നതാണ്. പക്ഷെ നമ്മളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഇപ്പം എന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ, എനിക്ക് തോന്നിയിട്ടുള്ള ആശങ്കകൾ എല്ലാം കൃത്യമായി പറയുകയും അതിന് കൃത്യമായി മറുപടികൾ എല്ലാവരും കൃത്യമായി തരികയും ചെയ്തപ്പോഴാണ് നമ്മൾ ആ മെജോറിറ്റി തീരുമാനത്തിന്റെ കൂടെ
ഭാഗമാകുന്നത്. Right. അതാണ് ഇപ്പൊ സംഭവിച്ചത്. അത് തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ വിനു പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയൊരു കൂട്ടരാജി ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമ്മളെല്ലാവരും രാജിവെച്ച് പോകുന്നതിന് പകരം നമ്മൾ ഈ സംഘടനയെ തന്നെ നയിക്കണം, മുന്നോട്ട് കൊണ്ടുപോകണം, അതിന് വരുന്ന പ്രശ്നങ്ങളെ അതിനനുസരിച്ച് നേരിടണം എന്ന് പറയുന്ന ഒരു നിലപാട് വിനുവിനുണ്ടായിരുന്നു. പക്ഷേ ഭൂരിപക്ഷ അഭിപ്രായം മറ്റൊന്നായിരുന്നു. സ്വാഭാവികമായും വിനുവിനടക്കം അതിനോട് യോജിക്കേണ്ടി വന്നു, അല്ലേ? ഇപ്പം ഇതിലുള്ള ഏതൊരാളോടും പേഴ്സണലി ചോദിച്ചാൽ സംഘടന നിലനിൽക്കാനും സംഘടനയ്ക്ക് വേണ്ടി എന്തും ചെയ്യാനും അവരെല്ലാവരും തയ്യാറാണ്, അല്ലെ? നമ്മളിപ്പോ ഇത്രയും വർഷം 94 തുടങ്ങിയ ഒരു സംഘടനയാണ്, 30 വർഷത്തോളമായിട്ടുണ്ട്. ഈ ഇത്രയും നാൾ നമുക്ക് ഈ പറയുന്ന ഒരുപാട് പേരുടെ കാര്യങ്ങളും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു കമ്മിറ്റിയിൽ നമ്മൾ ഈ കാണാം ഒരു ജനങ്ങളെയും കൂടെ ഭാഗമാകുന്നു, ജനങ്ങൾക്കും വേണ്ടിയിട്ടും കൂടെ നമ്മൾ പല കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നിൽക്കുന്ന സമയമായിരുന്നത്. അറിയായിരിക്കും, കാരണം ഡാൻസ് ശില്പശാലകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതെ അതെ വിനു അങ്ങനെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ അതിൽ വിനുവിൻ്റെ പേരുണ്ട്, അനന്യ, സരയു, ടൊവിനോ. നിങ്ങൾ 4 പേരാണോ ഇതുമായി ബന്ധപ്പെട്ട ആ ഒരു എക്സിക്യൂട്ടീവ് ഓൺലൈൻ മീറ്റിങ്ങിൽ ഈ പറഞ്ഞ തരത്തിലുള്ള ആശങ്കകൾ പങ്കുവെച്ച ആളുകൾ? അല്ല, എല്ലാവരും അവരുടെ ആശങ്കകളും അവരുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സ്വാഭാവികം. ഈ പറഞ്ഞ രൂപത്തിൽ, അതായത് ഒരു കൂട്ടരാജി എന്നുള്ളതല്ല അഭികാമ്യം എന്ന് പറയുന്ന ഒരു വിയോജിപ്പിൻ്റെ ആശങ്ക നിങ്ങളതിന് വിധേയപ്പെട്ടിട്ടുണ്ടാകാം, ആ തീരുമാനം അംഗീകരിച്ച് നിങ്ങളും രാജിവെച്ച് പോന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു ആശങ്ക ഈ യോഗത്തിൽ അവതരിപ്പിച്ചത് വാർത്തകൾ അങ്ങനെ വരുന്നത് കൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ വിനുവിൻ്റെ പേരുണ്ട്, അനന്യയുടെ പേരുണ്ട്, സരയുവിൻ്റെ പേരുണ്ട്, ടൊവിനോയുടെ പേരുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ആ ചോദ്യം. അല്ല ഏട്ടാ, നമ്മളുടെ ആശങ്കകളും ഇപ്പം നമുക്ക് കൃത്യമായിട്ടുള്ള ചില കൺഫ്യൂഷൻസ് ഉണ്ടാവും, ചില ആശങ്കകൾ ഉണ്ടാവും. ഇതാണ് നമ്മളിപ്പം ചിലപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, ഇങ്ങനെ രാജിവെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും നമുക്ക് ഉണ്ടാവുക, കാരണം സംഘടനയ്ക്ക് എന്തെങ്കിലും ഒരു ദോഷമായി വരുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ തരത്തിലെല്ലാം ചർച്ച ചെയ്ത് അതിന് കൃത്യമായിട്ടൊരു മറുപടിയും അതിന് വേണ്ട കാര്യങ്ങൾ ഒരുപക്ഷെ ഇതൊരു ഒളിച്ചോട്ടമായി ആളുകൾ ധരിച്ചേക്കാം എന്ന് വിചാരിച്ചോ? കാരണം എല്ലാവരും കൂടെ രാജിവെച്ചാൽ ഭയപ്പെട്ട് ഒളിച്ചോടിയെന്ന. അല്ല, അങ്ങനെ ഒരിക്കലും ഒളിച്ചോട്ടല്ലോ. നമ്മളിപ്പോ രാജിവെച്ചിട്ട് നമ്മളെങ്ങും മാറി നിന്നിട്ടില്ല. നമ്മൾ ഇമ്മീഡിയറ്റ് ഒരു ജനറൽ ബോഡിയാണ് വിളിക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ സംഘടനയുടെ കാര്യങ്ങൾ കൃത്യമായി ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്യണം. ജനറൽ ബോഡിയുടെ തീരുമാനം അന്തിമമായിട്ടുള്ള തീരുമാനം തന്നെയാണ്. അപ്പം ആ തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ ഒളിച്ചോടി മാറി നിന്നിട്ടില്ലല്ലോ ആരും. വിനോദ, നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന പുതിയ വിവരം, നിങ്ങളുടെ സുഹൃത്ത് ജയസൂര്യക്കെതിരെ പോലീസ് കേസെടുത്തു എന്നതുകൂടിയാണ്. വിനു, അല്ല ഏട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് കൃത്യമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ നമുക്കുണ്ട്. നമുക്ക് കൃത്യമായിട്ടുള്ള കോടതികൾ പരമായിട്ടും നിയമപരമായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, അല്ലെ? അപ്പൊ ഇതിലൂടെയാണ് ഒരു സത്യം നമുക്ക് തെളിയേണ്ടത്. ഞാൻ പറയുന്നത് ഒരാൾ പൗരൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മളൊരു എന്നെ പോലെ തന്നെയുള്ള കൺസേൺ തന്നെ ആയിരിക്കും ഞാനും പറയേണ്ടാവുക. കാരണം ഏതൊരാൾക്കും ഇത് തന്നെയാണ് ആഗ്രഹം. കാരണം ഇതിൽ സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തു വരണം. ഇപ്പം ജയേട്ടനായാലും ഏതൊരാൾക്കെതിരെയും ഇപ്പം ഈ ആരോപണങ്ങൾ വരുമ്പോൾ അതിന്റെ നിജസ്ഥിതിയും സത്യസന്ധതയും പുറത്തു വരണം. കാരണം തെറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ഏതൊരാളെയും ഇപ്പം ചേട്ടനും ആഗ്രഹം അത് തന്നെ ആയിരിക്കുമല്ലോ. നമുക്കൊരു തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷ അനുഭവിക്കണം. അതിൽ ശരിയായ അന്വേഷണം നടക്കേണ്ടതുണ്ട്, യാതൊരു സംശയവുമില്ല. കൃത്യമായ അന്വേഷണം നടക്കണം. അത് തന്നെയാണല്ലേ ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കുന്നത്, നമുക്കിപ്പം എനിക്കുള്ള പോലെ അല്ലെങ്കിൽ ചേട്ടനുള്ള പോലെ ഒരേ കൺസേൺ ആണ്. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ വരണം. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടാനും പാടില്ല. ഈ സംഘടനയുടെ തലപ്പത്തേക്ക് പുതിയ ആളുകൾ, നിങ്ങളുടെ ഒരു ജനറേഷനിൽപ്പെട്ട ആളുകൾ, ചെറുപ്പക്കാരായിട്ടുള്ളവർ കൂടുതൽ കടന്നു വരണം എന്നൊരു തോന്നൽ വിനുവിന് തോന്നിയിട്ടുണ്ടോ? അല്ല, അത് എല്ലാ പ്രാവശ്യവും എല്ലാ കമ്മിറ്റികളിലും അത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോ ആദ്യമായിട്ടാണ് ഇതിന്റെ ഒരു കമ്മിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നത്. ഇപ്പം ഓൾമോസ്റ്റ് 2007-08 മുതൽ ഞാൻ ഈ സംഘടനയുടെ ഭാഗമാണ്. ആ സമയം തൊട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാനൊരു കമ്മിറ്റിയിലേക്ക് വരുന്നത്. അങ്ങനെ ഒരുപാട് പേര് നമ്മൾ വരുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ, അവരുടേതായിട്ടുള്ള തരത്തിലുള്ള മാറ്റങ്ങൾ, പുതിയ ഡെവലപ്മെന്റുകൾ നമ്മളുടെ ഈ സംഘടനയിലേക്ക് ചെയ്യാറുണ്ട്. അത് തീർച്ചയായിട്ടും വരണം. അതാണല്ലോ ഒരു പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ സംഘടനയുടെ വളർച്ച എന്ന് പറയുന്നത്. അതാണല്ലോ ഇനി വരുന്നൊരു സംവിധാനം. ഇപ്പോൾ WCCയും ഈ പറഞ്ഞ താരസംഘടനയും 2 ധ്രുവങ്ങളിലായി നിൽക്കുകയാണ്. അതടക്കമുള്ള ഒരു സാഹചര്യത്തെ, അത്തരം ഭിന്നതകൾ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു വിശാല ഒരു മനോഭാവത്തോടുകൂടി എല്ലാവർക്കും യോജിച്ചു പോകാൻ കഴിയുന്ന നിലയിൽ ഒരു നേതൃത്വം വരേണ്ടതല്ലേ സംഘടനയ്ക്ക്? അല്ല ചേട്ടാ, ഞാൻ ഒരു കാര്യം, നമ്മളിപ്പം ഏത് സംഘടനകളാണെങ്കിലും, ഇപ്പം അമ്മ അസോസിയേഷൻ ആണെങ്കിലും ഫെസ്കെ ആണെങ്കിലും, നമ്മളെ സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ WCC ആണെങ്കിലും എല്ലാവരും നിൽക്കുന്ന കോമൺ തോട്ട് എന്താണ്, കോമൺ ഒരു പോയിന്റ് എന്തായിരിക്കും? നമ്മളുടെ പ്രവർത്തകർ, സിനിമയിൽ പ്രവർത്തിക്കുന്ന അഭിനേതാക്കളായിക്കോട്ടെ, അതിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, ഇതിൽ ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊരാൾക്കും അവരുടെ ജോലി സംബന്ധമായും ജോലി സ്ഥലത്തും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളിലും സുരക്ഷിതമായും അവര്
സുരക്ഷിതമായി ഇരിക്കുക എന്നുള്ളതല്ലേ നമ്മളുടെ എല്ലാ അതെ, പക്ഷേ ഇപ്പോഴതല്ല സാഹചര്യം. അതുകൊണ്ടാണ് വിനു ഞാൻ ചോദിച്ചത്. ഇപ്പോഴത്തെ ഞാൻ സാഹചര്യം എല്ലാവർക്കും അറിയാം. അന്തരീക്ഷം സാഹചര്യവും മാറേണ്ടതുണ്ട്. അങ്ങനെ മാറുന്നതിന് ഇടവരുത്തുന്ന ഒരു നേതൃത്വം എന്നതും പ്രധാനമല്ലേ? അല്ല, ഏത് നേതൃത്വമാണെങ്കിലും ഇപ്പം ഈ നേതൃത്വത്തിലുള്ളവരാണെങ്കിലും ഈ പറയുന്ന എല്ലാവരും അതിന്റെ സപ്പോർട്ട്. അല്ല, അത് നിങ്ങളുടെ വാദമാണ്. ഇപ്പോൾ WCC എന്ന കൂട്ടായ്മയ്ക്കൊന്നും ആ അഭിപ്രായം നിലവിൽ ഈ സംഘടനയെക്കുറിച്ചോ അതിൻ്റെ നേതൃത്വത്തെക്കുറിച്ചോ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നേതൃമാറ്റം എന്നതും വളരെ, ഇനിയിപ്പോൾ നിങ്ങൾ അഡ്ഹോക് കമ്മിറ്റിയാണ്, ഇനി ജനറൽ ബോഡി വിളിക്കാൻ പോകുന്നു, ഒരു പുതിയ നേതൃത്വത്തിലേക്ക് ആ സംഘടന പോകുന്നുവെങ്കിൽ ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുള്ളൊരു നേതൃത്വത്തിൻ്റെ വരവുണ്ടാകേണ്ടി വരും. ഞാനതാണ് പറഞ്ഞത്. തീർച്ചയായും നമ്മൾ ഇപ്പം ഒരു കമ്മിറ്റി പുതിയൊരു നേതൃത്വത്തിലേക്ക് പോവുകയാണെങ്കിലും അത് നമ്മളുടെ അന്തിമമായിട്ടുള്ള തീരുമാനവും അത് ഡിസ്കസ് ചെയ്യേണ്ടത് നമ്മുടെ ജനറൽ ബോഡിയിലാണ്. ഒരു സംഘടനയുടെ ഇന്റേണൽ കാര്യം ജനറൽ ബോഡിയാണ്. ജനറൽ ബോഡി എടുക്കുന്ന തീരുമാനത്തിന്റെ ഒപ്പം നിൽക്കാൻ തന്നെയാണ് എന്റെ ആഗ്രഹം. ഒരിക്കലും അതിന് എഗൻസ്റ്റ് ആയിട്ട് ഒരിക്കലും നമ്മൾ നിൽക്കില്ലല്ലോ. താങ്ക് യു വിനു. വിനു മോഹനാണ് ഇപ്പോൾ സംസാരിച്ചത്. ഈ താരസംഘടനയിൽ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണ്. വിനു പറഞ്ഞത് ഒരു കൃത്യമായ ആശങ്കകളുണ്ടായിരുന്നത് സംഘടനയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടെന്ന നിലയിലാണ് വിനു സൂചിപ്പിച്ചത്. പക്ഷേ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഭൂരിപക്ഷ അഭിപ്രായം എന്നത് പൂർണ്ണമായും എല്ലാവരും രാജിവെച്ച് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മാറുക എന്നുള്ളതായിരുന്നു. അതിന് ഒപ്പം നിന്നു എന്നാണ് ഇപ്പോൾ വിനു മോഹൻ പറഞ്ഞത്. സ്വാഭാവികമായും ഈ പറഞ്ഞ ആളുകളൊക്കെ ഇങ്ങനൊരു കൂട്ടരാജി കൊണ്ടുണ്ടാകുന്ന സമൂഹത്തിന് കൊടുക്കുന്നൊരു മെസ്സേജ് എന്താകുമെന്ന ആശങ്കയടക്കം അവിടെ പങ്കുവച്ചവർ തന്നെയാണ്. പക്ഷേ ഒരു പൊതുവികാരം, ഭൂരിപക്ഷ അഭിപ്രായം എന്നുള്ളത് പൂർണ്ണമായും ഭരണസമിതി ഒഴിയുക എന്നത് തന്നെയായിരുന്നു. ആ ഭരണസമിതി ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിയായി നിൽക്കുന്നു. 2 മാസത്തിനകം ജനറൽ ബോഡി വിളിച്ച് പുതിയ നേതൃത്വത്തെ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അതേക്കുറിച്ച് ഇപ്പോൾ വിനു മോഹൻ പറഞ്ഞത്.